കാണിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇനി ധൈര്യപ്പെടുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. 12 മണിക്ക് ഡൽഹിയിലാണ് വാർത്താ സമ്മേളനം. ദീപാദാസ് മുൻഷിയുടെ വാർത്താ സമ്മേളനമാണ്. അതിൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിട്ടുള്ള പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ സാധാരണയായിട്ടുള്ള പിന്നീട് ബംഗാളിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റൊക്കെയായി മാറി പിന്നീട് കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയായി മാറിയ ദീപാദാസ് മുൻഷി. ആ ദീപാദാസ് മുൻഷി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കുറെ നാളുകളെ കേരളത്തിൽ വീടെടുത്ത് താമസിച്ചിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ആ ദീപാദാസ് മുൻഷിയാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അത് ഹൈക്കമാൻഡിന്റെ ആശീർവാദത്തോടു കൂടിയാണ്. മാത്രമല്ല ഇന്നലെ തന്നെ തീരുമാനമായിരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാവിലെ അത് KC വേണുഗോപാലിനെ വിളിച്ച് ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും അന്തിമമായി ഉണ്ടായത്. കാരണം 10 മണിയോടുകൂടി പ്രഖ്യാപിക്കുക എന്ന രീതിയിലായിരുന്നു ഇന്നലെ ഹൈക്കമാൻഡ് നേതൃത്വം ഉണ്ടായിരുന്നത്. പക്ഷേ അത് 12 മണിയിലേക്ക് വന്നത് മറ്റുള്ളവരെ കൂടി കൃത്യമായി ബോധ്യപ്പെടുത്തി അതിനുശേഷം മാത്രം കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്ന രീതിയിലേക്കാണ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വടശ്ശേരി ദാമോദരൻ സതീശൻ വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് VD സതീശൻ മുഖ്യമന്ത്രി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ സൂചനകൾ പോവുകയാണ്. VD സതീശനാണ് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 12 മണിക്ക് AICC വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ദീപാദാസ് മുൻഷിയാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. എന്തായാലും വലിയൊരു കാത്തിരിപ്പിന് വിരാമം വരികയാണ്. കേരളത്തിനെ ഇനി ആര് നയിക്കും എന്നൊരു ഉറപ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഒടുവിൽ മുഖ്യനായി VD സതീശൻ വന്നിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനമാണ് നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ വരുന്നു. എന്തായാലും കേരളം കാത്തിരുന്ന ഒരു നിമിഷം എത്തിയിരിക്കുകയാണ്. കേരളത്തെ ഇനി ആര് നയിക്കും എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു. നീണ്ട ചർച്ചകൾക്കൊടുവിൽ നിരവധി ദിവസത്തെ 10 ദിവസത്തോളം എടുത്ത നീണ്ട ചർച്ചകൾക്കൊടുവിൽ സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി സതീശൻ അല്ലാതെ മറ്റാര് എന്ന ഒരു തലക്കെട്ട് തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ ഇനി കേരളത്തെ നയിക്കും. പട നയിച്ചവൻ തന്നെ കേരളത്തെ നയിക്കും. 3-ൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് സതീശനാണ് ഇനി കേരളത്തെ നയിക്കുക. VD സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എല്ലാ സസ്പെൻസുകൾക്കും ഒടുവിൽ ഇതാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഇനി VD സതീശനാണ് ഇനി നമ്മുടെ കേരളത്തെ നയിക്കാൻ പോകുന്നത്. തലൈവറായിട്ട് ഇനി VD സതീശനും ഉണ്ടാകും. നീണ്ട ദിവസത്തെ നിരീക്ഷണത്തിലും എല്ലാ ചർച്ചകൾക്കും ഒടുവിൽ ഇപ്പോഴിതാ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കേരളത്തെ ഇനി VD സതീശനാണ് നയിക്കുക. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലും VD സതീശനുമായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. ഇവരെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് മുന്നേറുകയാണ് മുഖ്യമന്ത്രിയായി VD സതീശൻ. ഇനി നായകനായി VD സതീശൻ തന്നെ കേരളത്തെ ഭരിക്കും. അടുത്ത 5 വർഷം ഇനി VDയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. VD സതീശനാണ് ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി. 10 ദിവസത്തെ നീണ്ട ചർച്ചകൾക്കും എല്ലാ വിവാദങ്ങൾക്കും എല്ലാം ഒടുവിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരിക്കുന്നു. ജനങ്ങൾക്കൊപ്പം ജനവികാരത്തിനൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. KCയെയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഈ ഒരു വിവരം അറിയിച്ചിരിക്കുകയാണ്. ഘടകകക്ഷികളെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെ തീരുമാനം ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങളെ നയിക്കാൻ പോകുന്ന 5 വർഷം ജനങ്ങളെ നയിക്കാൻ പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനാണ്. എല്ലാ ഘടകകക്ഷികളുടെയും എല്ലാം പിന്തുണയോടുകൂടി തന്നെ ഇപ്പോൾ നായകനായി VD സതീശനെ തിരഞ്ഞെടുക്കുന്നു. 10 ദിവസത്തെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ VD സതീശനെ എടുത്തിരിക്കുന്നത്. 3 പേരും നീണ്ട വലിയൊരു യുദ്ധത്തിനൊടുവിൽ ഇപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി കേരളത്തിനെ VD സതീശൻ നയിക്കും.
എല്ലാ സസ്പെൻസുകളെയും പൊളിച്ചുകൊണ്ട് ഇപ്പോൾ കേരളത്തെ നയിക്കാൻ പോകുന്നത് 11ാം ദിവസം ഉത്തരം ലഭിച്ചിരിക്കുന്നു. വി ഡി സതീശനാണ് ഇനി കേരളത്തെ നയിക്കുന്നത്. അടുത്ത 5 വർഷത്തേക്ക് കേരളത്തെ നയിക്കാൻ പോവുകയാണ് വി ഡി സതീശൻ. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. 12 മണിക്ക് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ദീപാദാസ് മുൻഷി തന്നെ ഇത് പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇനി 5 വർഷം വിഡിയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. 3 പേരിൽ ആരാകും മുന്നിൽ എന്നൊരു ചോദ്യമായിരുന്നു ഇത്രയും ദിവസം കേരളം ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു. കേരളം ഇനി വിഡിയുടെ കയ്യിൽ സുരക്ഷിതം. വിവരങ്ങളുമായി ഡി ബിനോയ് ആണ് ചേരുന്നത്. ബിനോയ്, അങ്ങനെ ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു. ജനങ്ങളുടെ വികാരത്തിനൊപ്പം തന്നെ ഇപ്പോൾ ഹൈക്കമാൻഡും പോയിരിക്കുന്നു. ജനവികാരത്തിനൊപ്പം തന്നെ വി ഡി സതീശനെ നായകനായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അരുണിമ, AICCയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയായും എത്തിയിട്ടില്ല. 12 മണിക്ക് AICCയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം അവിടെ നിന്നുള്ള അറിയിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ദീപദാസ് മുൻഷി മാധ്യമങ്ങളെ കാണും. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളും ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങളും അനുസരിച്ച് സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം അത്തരത്തിൽ തന്നെയായിരുന്നു ഇന്ന് രാവിലെ വലിയ തരത്തിലുള്ള ചർച്ചകളായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറിലധികം സമയമാണ് KC വേണുഗോപാലും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയത്. അതിനുശേഷം പലതരത്തിലുള്ള മാറ്റം മറിച്ചിലുകൾ ഒക്കെ തന്നെ ഇന്ന് രാവിലെ നിരീക്ഷകരെത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ സമയം ഉൾപ്പെടെ മാറുന്നു. നിയുക്ത MLA-മാരുടെ സമയം, അവരുടെ യോഗ സമയം മാറ്റുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു സംശയങ്ങളും കൺഫ്യൂഷനുകളും ഒക്കെ നിലനിൽക്കുന്നതിന് ഒടുവിൽ ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി സതീശനാകും എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അന്തിമ പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഒരു നിർണായകമായ ശക്തിയായി മാറിയത് മുസ്ലിം ലീഗാണ്. അവർ തുടക്കം മുതൽ തന്നെ ഒരു നിർണായക ശക്തിയായി വി ഡി സതീശന് വേണ്ടി വാദിച്ചിരുന്നു. കാരണം 5 വർഷമായി വി ഡി സതീശൻ നടത്തിയ ജനകീയമായ പ്രവർത്തനങ്ങൾ, സമരങ്ങൾ, ഒപ്പം ഒരു കെട്ടുറപ്പ്, അതിനെല്ലാം ഉപരിയായി വി ഡി സതീശൻ നേതൃത്വം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം മുൻനിരയിൽ നിന്ന് നയിച്ചിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ, അങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിലും വലിയ തരത്തിലുള്ള ഒരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ഒരു നിർദ്ദേശം പല ആവർത്തി ലീഗ് AICC നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, അതിനെല്ലാം ഉപരിയായി കേരളത്തിലെ ജനങ്ങളുടെ വികാരം, ആ ജനങ്ങളുടെ ആവശ്യം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വി ഡി സതീശനിലേക്ക് AICC നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ 11 ദിവസമായി വലിയ തരത്തിലുള്ള ആശങ്കകളായിരുന്നു. അല്ലെങ്കിൽ ആരാ മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ വലിയ തരത്തിൽ ഉള്ള ചർച്ചകൾ നടന്നിരുന്നു. ഒപ്പം തന്നെ അഭ്യൂഹങ്ങൾ പലതരത്തിൽ പുറത്തേക്ക് വന്നിരുന്നു. അതിനെല്ലാം ഒടുവിൽ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ തന്നെയും ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പറയുന്നത്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ആലുവ ദേശത്തെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ട്. ഇന്ന് രാവിലെ AICC വൃത്തങ്ങൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ വിളിച്ച് ഏകദേശം അരമണിക്കൂറോളം ചർച്ച നടത്തിയിരുന്നു. കാരണം ഒരു പേരിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റുള്ളവരെ കൂടി ആശ്വസിപ്പിച്ച് ഒപ്പം നിർത്തണം, അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി പറഞ്ഞു കേൾക്കണം. അല്ലാതെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് ശരിയാകില്ല എന്നറിയാം. അതുകൊണ്ടാണ് AICC നേതൃത്വം തന്നെ ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് പോയതും. ചർച്ചകൾ KC വേണുഗോപാലുമായും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുമായി നടത്തി. രമേശ് ചെന്നിത്തല ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലുണ്ട്. ഇപ്പോൾ AICC നേതൃത്വത്തിൻ്റെ വാർത്താ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ വാർത്താ സമ്മേളനം തുടങ്ങും. ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലൊരു പ്രഖ്യാപനമുണ്ടാകും. ജയറാം രമേശ്, ഒപ്പം തന്നെ ദീപദാസ് മുൻഷി എന്നിവരെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. AICC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം തുടങ്ങാൻ പോകുന്നു. Legislature Party had met in Thiruvananthapuram on May 7th, 2026 and had unanimously resolved to authorize the Congress President to appoint the new leader
of the CLP in the state. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. അതിൽ ഒരു സംശയവുമില്ലാത്ത രീതിയിലുള്ള പ്രഖ്യാപനം വന്നു ചേർന്നിരിക്കുന്നു. കേരളത്തിന്റെ നായകൻ വി ഡി സതീശൻ എന്ന് പറയാവുന്ന രീതിയിലേക്ക് ആണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഏറെ ദിവസങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിന് ഫലപ്രാപ്തി ഉണ്ടാവുന്നു. വി ഡി സതീശൻ ജനവികാരം മാനിക്കപ്പെട്ട് ആ രീതിയിൽ നേതൃത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. ഈ ദിവസങ്ങളിലെ എല്ലാ കാത്തിരിപ്പിനും പൂർണ്ണമായിട്ടുള്ള വിരാമം വരുന്നു. അങ്ങനെ കെ സി വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ എന്നുള്ള ഊഹാപോഹങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം വന്നിരിക്കുന്നു. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ അധികാരമേൽക്കാൻ പോകുന്നു. 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ ജനിച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. തേവര സെന്റ് ഹാർട്ട് കോളേജിൽ നിന്ന് ബിരുദം നേടുകയും രാജഗിരി കോളേജിൽ നിന്ന് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം നേടുകയും തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് LLBയും തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് LLMും പൂർത്തിയാക്കിയ അഭിഭാഷകൻ കൂടിയായ വി ഡി സതീശൻ ഇതാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. ഹൈക്കോടതിയിൽ അഭിഭാഷകനായി അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു. KSUവിലൂടെയാണ് വി ഡി സതീശൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. 1986-87 കാലഘട്ടത്തിൽ MG സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു. NSUI നാഷണൽ സെക്രട്ടറി പദവി വഹിച്ചു. 2001 വടക്കൻ പറവൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് വി ഡി സതീശൻ എത്തുന്നത്. തുടർന്ന് 2006, 2011, 2016, 2021 വർഷങ്ങളിലും അദ്ദേഹം പറവൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ജയിച്ചു. ഇപ്പോൾ 2026 6ാം തവണ MLA എന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് ജയിച്ചു. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷമായ ഒപ്പം തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെയും ജനപിന്തുണ ഉള്ളവരുടെയും ഒക്കെ ആഗ്രഹ പൂർത്തീകരണം എന്നുള്ള നിലയ്ക്ക് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് നടത്തിയ അക്ഷീണമായിട്ടുള്ള യജ്ഞങ്ങൾ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷവും നിറഞ്ഞു നിന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ, താൻ ആയിരിക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം പേറുക, വിജയത്തിൻ്റെതാകട്ടെ പരാജയത്തിൻ്റെതാകട്ടെ എന്ന് സൂചിപ്പിക്കുകയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ വനവാസത്തിലേക്ക് പോകാൻ വരെ തയ്യാറാണ് UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയില്ലെങ്കിലെന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരേ ഒരു വ്യക്തിത്വം. മറ്റെല്ലാവരും ആ രീതിയിലുള്ള ഒരു ചങ്കൂറ്റം കാണിക്കാൻ ഭയന്ന് പങ്കപ്പാടോടുകൂടി മാറി നിന്നപ്പോൾ ആ രീതിയിലുള്ള റിസ്ക് എടുക്കുകയും വേണമെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക്, രാഷ്ട്രീയ ബലിയിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തതിലൂടെ ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും അധികം ജനപിന്തുണയുള്ള നേതാവ് കോൺഗ്രസിൽ എന്ന് പറയാവുന്ന UDFൽ എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് വെറുതെ എത്തിച്ചേർന്നതല്ല. ആ രീതിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കുപരിയായിട്ട് ഉയർന്ന വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, ഫ്ലക്സ് വിവാദങ്ങൾ, 3 പേർ ത്രിമൂർത്തികളായിട്ട് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി നടത്തിയ ദിവസങ്ങൾ നീണ്ടുനിന്ന വലിയ യജ്ഞങ്ങൾക്ക് ശേഷം ഇതാ വി ഡി സതീശൻ നിറപുഞ്ചിരിയോടുകൂടി, വലിയ വിടർന്ന ചിരിയോടുകൂടി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. 2021 അപ്രതീക്ഷിതമായിട്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം അദ്ദേഹം UDFൻ്റെ പ്രതിപക്ഷ നേതാവായത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണ വി ഡി സതീശന് ലഭിച്ചു. ആ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണയാണ് ജനനായകൻ എന്നുള്ള നിലയ്ക്കും ജനങ്ങളുടെ പിന്തുണയുള്ള നേതാവ് എന്നുള്ള നിലയ്ക്കും ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേരാൻ ഇടയാക്കിയത്. വാസ്തവത്തിൽ ഇത്രയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടിയിരുന്നില്ല. വാസ്തവത്തിൽ 102 സീറ്റുകൾ നേടി ആ വിജയം വന്ന നിമിഷം സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് വി ഡി സതീശനാണ് ഉയർന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള കരുനീക്കങ്ങളിലൂടെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ആ ആഗ്രഹത്തിൻ്റെ മുകളിൽ കയറിയിരുന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ കേരളവും ഇന്ദ്രപ്രസ്ഥവും പോവുകയുണ്ടായി. കേരളത്തിൽ ഈ 3 നേതാക്കളുടെയും വീടുകളിൽ ഉറക്കമുണ്ടായിരുന്നോ, അണികളിൽ ഉറക്കമുണ്ടായിരുന്നോ, ഇന്ദ്രപ്രസ്ഥത്തിൽ ഉറക്കമുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം വലിയ ചോദ്യമാണ്. അതിനെല്ലാം ഇപ്പോൾ വിരാമമായിരിക്കുന്നു. വി ഡി സതീശനാണ് നായകനായിട്ട് വരുന്നത്. 2021 അപ്രതീക്ഷിതമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം അദ്ദേഹം UDFൻ്റെ പ്രതിപക്ഷ നേതാവായി. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണ ലഭിച്ചു. മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ ചരിത്രമുണ്ട്. സഭയ്ക്കകത്തുള്ള പഠനാർഹമായിട്ടുള്ള പ്രസംഗങ്ങൾ, വസ്തുതകൾ നിരത്തിയുള്ള വാദങ്ങൾ, ഇതെല്ലാം വി ഡി സതീശനെ ശ്രദ്ധേയനാക്കി. ഒപ്പം അദ്ദേഹം നടത്തിയ അഴിമതി വിരുദ്ധ പോരാട്ടം